പത്രോസ് 4-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പരസ്പരം ഗാഢമായ സ്നേഹമുണ്ടായിരിക്കട്ടെ, പരസ്പരം സ്നേഹമുണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പാപങ്ങളെ നമുക്ക് മറയ്ക്കാൻ സാധിക്കും. എങ്ങനെയാണ് മറയ്ക്കാൻ സാധിക്കുന്നത്? കർത്താവ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് തന്നെയാണ്. അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ബലിയായിട്ട് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാടെ മാറിപ്പോകും. പലപ്പോഴും ഈ ബലിയാകുവാനുള്ള സന്നദ്ധ നമ്മുടെ ജീവിതത്തിലില്ല. പലപ്പോഴും ഈ ബലിയാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു ബലിയാകുവാനും സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു ബലിയായി മാറാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ഈശോ എങ്ങനെയാണ് ബലിയായി നമുക്ക് മാറിയതുപോലെ അതുപോലെ തന്നെ നമ്മൾക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു ബലിയായി മാറുവാനുള്ള വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ വചനം നമുക്കൊന്ന് ഭക്ഷിക്കാൻ സാധിക്കട്ടെ. ഒരു ബലിയായി മാറുക, പരസ്പരം സ്നേഹമായി മാറുക. സ്നേഹമായി മാറുമ്പോൾ, ബലിയായി മാറുമ്പോൾ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നിരവധിയായ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാടെ മാറിപ്പോകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.